Hi all, good evening. Welcome to Big Learning. എല്ലാവർക്കും ബിഗ് ലേണിംഗിന്റെ മറ്റൊരു വെബിനാർ സെഷനിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഇന്നത്തെ വെബിനാർ MEP സെക്ടറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഒരു കറണ്ട് എഞ്ചിനീയറിംഗ് സെക്ടറായിട്ടുള്ള MEP ഫീൽഡിനെ കുറിച്ചാണ്. അപ്പം ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെയുള്ള ഇൻഡസ്ട്രി എക്സ്പേർട്ട് റോഷൻ കോശി സാറാണ്. അപ്പം സാറിന് ബാക്കി നിങ്ങളുടെ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ സാറ് അത് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെഷനിൽ ലാസ്റ്റ് ആയിട്ട് സാറിനോട് ചോദിക്കാം. അപ്പോൾ സാർ അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ വെൽക്കം. അപ്പോൾ സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് റോഷൻ. ഇന്ന് നമ്മൾ ചെറിയൊരു സെഷനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് MEP സിസ്റ്റം, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കവർ ചെയ്യണത്. ഇവിടെ നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാർ MEP സിസ്റ്റം എന്താണ് അറിയാൻ എന്ന് വന്ന് കൂടെ ചേർന്നിട്ടുണ്ട്. സോ കുറച്ചു പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടാവും, ചിലവർ എന്താണ് പഠിക്കാനുള്ള ആകാംക്ഷയോട് ഇരിപ്പുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ ചെറിയൊരു പ്രസന്റേഷനിലൂടെ കിടക്കാം. ഓക്കെ, എന്റെ പേര് റോഷൻ. ഞാനിവിടെ യുഎയിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഞാനാണെങ്കിൽ ഒരു MEP മാനേജറായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. 12 കൊല്ലത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് MEP ഫീൽഡിൽ. സോ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാം. സെഷന്റെ അവസാനം Q&A കാണും, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനാവും. ഓക്കെ, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് കാര്യങ്ങളാണ്. ഒരു ഇൻട്രൊഡക്ഷൻ തരും, എന്താണ് MEP എന്നുള്ളത്, MEPയിലെ ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണ്, MEP കോഴ്സ് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ MEPനെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാരിയറിൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, എങ്ങനെയായിരിക്കും ഒരു MEP എഞ്ചിനീയർ അല്ലെ MEP സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള കാരിയർ ഗ്രോത്തും സാലറി എക്സ്പെക്ടേഷൻസ് ഒക്കെ എന്തൊക്കെയായിരിക്കും, ആർക്കൊക്കെ ഈ ഒരു കാരിയർ ചൂസ് ചെയ്യാം, MEP എന്നുള്ള കാരിയർ ചൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് MEP സെക്ടറിലെ ജോബിന്റെ നേച്ചർ, എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജോലി, അതുപോലെ എന്തുകൊണ്ട് ഇപ്പം ഈ ഒരു ഫീൽഡ് തിളങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പം ഈ ഒരു ഫീൽഡ് ഭയങ്കര ഡിമാൻഡിലാണ്, ഈ ഒരു കാരിയർ എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ കോഴ്സസ് ഒക്കെ എടുത്തിട്ട് എന്തുകൊണ്ട് അപ്സ്കിൽ ചെയ്യണം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പിന്നെ നമ്മുടെ കോഴ്സിന്റെ കുറച്ച് ഫീച്ചേഴ്സും കൂടെയൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് തുടങ്ങാം. എന്താണ് MEP? MEPനെ കുറിച്ച് അറിയാത്ത കുറെ ആൾക്കാർ കാണും, അറിയുന്നവരും കാണും. എന്നാലും ഞാൻ പറയാം, MEP എന്ന ഈ 3 അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് എന്നാണ്. ചിലർക്ക് ഇത് പുതിയതായിട്ടായിരിക്കും കേൾക്കുന്നത്. ഇപ്പം എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ സിവിൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ബാക്കിയെല്ലാം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ശരിക്കും MEP? ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ ബിൽഡിംഗ് പണിയാൻ നേരത്തെ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് സിവിൽ സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിന് ജീവൻ കൊടുക്കുന്നത് അതാണ് MEP സിസ്റ്റംസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, നിങ്ങളൊരു റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ, വേണ്ട, നിങ്ങളുടെ വീടിന്റെ അകത്തേക്ക് തന്നെ കയറുമ്പോൾ സ്വിച്ച് ഇടുന്ന ഉടനെ ഫാനും ലൈറ്റും എല്ലാം ഓണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് AC ഉണ്ടെങ്കിൽ റൂമിനകത്തേക്ക് കയറുമ്പോൾ പെട്ടെന്ന് ഒരു തണുത്ത ഫീൽ കിട്ടും. അതുപോലെ നിങ്ങൾ ടാപ്പ് ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല ശുദ്ധ ജലമാണ് വരുന്നത്. ഈ വെള്ളമൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം മുഴുവൻ വർക്ക് ചെയ്യുന്നത്, ഈ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഈ AC കൂളിംഗ് ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ പുറകിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ സിസ്റ്റംസും ഡിസൈനൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ MEP സിസ്റ്റത്തിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഈ MEPയിലെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗിലെ 3 കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ആദ്യമേ MEPയിലെ M എന്ന് വെച്ചാൽ മെക്കാനിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മോസ്റ്റ്ലി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് HVAC ഡിസിപ്ലിൻ ആണ്. HVAC എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അതായത് നമ്മളൊരു മുറിയിലോട്ട് കയറുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു മോളിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ലൊരു AC ഫീൽ കാണും, അല്ലെ, ഒരു തണുത്ത ഫീൽ കാണും. അപ്പം ഈ സിസ്റ്റം എങ്ങനെയാണ് അവിടെ തണുപ്പിക്കുന്നത്, നിങ്ങളോട് കുറെ ACയുടെ ഔട്ട്ലെറ്റ്സും സാധനങ്ങളൊക്കെ കണ്ടിട്ടോ. ഇതിന്റെ പുറകിൽ നമ്മൾ കാണാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ AC ഫംഗ്ഷൻ ചെയ്യുന്നത്? നിങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ള AC പോലെ തന്നെയാണോ വലിയൊരു മോളിന്റെ അകത്തെയും, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ അകത്തെയും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബസ്സിന്റെ അകത്ത്, കാറിന്റെ അകത്ത് AC? ഇതൊക്കെ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ സെക്ടർ നോക്കുകയാണെങ്കിൽ ബിൽഡിംഗ്സ് ആണ് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് AC എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യണം? ഒരു ബിൽഡിങ്ങിനുള്ള AC എന്ന് പറയുമ്പോൾ അതിന്റെ പുറകെ ഒരുപാട് ഡിവൈസസും എക്യുപ്മെന്റ്സും ഉണ്ട്, അല്ലെ? ഇതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മുടെ ഈ കോഴ്സിനകത്ത് പഠിപ്പിച്ചു തരാൻ പോകുന്നത്, എങ്ങനെ അത് ഡിസൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ അകത്ത് ചില്ല് വാട്ടർ, തണുത്ത വെള്ളമാണ് ഫുൾ സർക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് സർക്കുലേറ്റ് ചെയ്യാനായിട്ട്, ആ വെള്ളം ആദ്യം തണുപ്പിക്കാനായിട്ട് ചില്ലറും കൂളിംഗ് ടവേഴ്സ് എല്ലാം വേണം. ഈ വെള്ളത്തെ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചില്ല് വാട്ടർ പമ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതിന് വേണ്ടിയിട്ട് ചില്ല് വാട്ടർ പൈപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് മുഴുവൻ സർക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്, AHU അല്ലെങ്കിൽ ഫാൻ കോയിൽ യൂണിറ്റ് എന്ന് പറയുന്ന
യൂണിറ്റ് ത്രൂ ഈ തണുത്ത വെള്ളം പോയിട്ട് അതിൻ്റെ അകത്ത് എയർ സർക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് തണുത്ത കാറ്റ് പുറത്തേക്ക് വരുന്നത്. അതായത് ഒരു മുറിയിലെ ഹീറ്റിനെ എടുത്ത് മാറ്റുകയാണ്. ഹീറ്റാണ് എനർജി എന്ന് പറയുന്നത്. ആ എനർജിനെ എടുത്ത് മാറ്റുന്നതാണ് നമ്മൾ ഈ തണുത്ത വെള്ളം കൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് തണുപ്പായിട്ട് AC ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഒരു മുറിക്കകത്ത്, ചെറിയൊരു മുറിക്കകത്തുള്ള AC എങ്ങനെ ഡിസൈൻ ചെയ്യും, അതിനുള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിംഗ്, ഒരു ഓഫീസ് സ്പേസിൽ നമ്മൾ എങ്ങനെ AC ഡിസൈൻ ചെയ്യും. അതുപോലെ തന്നെ ഒരു ഫുൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഏട്രിയം, അതായത് ഒരു മോളിലെ ഒരു സ്പേസ്, ഇതിൻ്റെ അതൊക്കെ AC എങ്ങനെ ഡിസൈൻ ചെയ്യും. ഇതിന്റെയൊക്കെ കണക്കുകൾ എങ്ങനെയാണ്, കാൽക്കുലേഷൻ എങ്ങനെയാണ്, ഈ സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഇതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും, ഇതിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ മെക്കാനിക്കൽ സിസ്റ്റമായ HVAC ഡിസിപ്ലിനകത്ത് പഠിക്കാൻ പോകുന്നത്. HVAC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. ഇതിൻ്റെ അത് ടെമ്പറേച്ചർ കൺട്രോളിങ്ങും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൺട്രോളിങ്ങും അതുപോലെ തന്നെ എയറിന്റെ ക്വാളിറ്റി അതിന്റെ ഫ്രഷ്നെസ് നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെയാണ് നമ്മൾ മെക്കാനിക്കൽ ഫണ്ടമെന്റ്സിൽ കവർ ചെയ്യുന്നത്. അടുത്ത അക്ഷരം എന്താണ്? MEPയിലെ MEP, E ഫോർ ഇലക്ട്രിക്കൽ. ഇലക്ട്രിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന എല്ലാ പവർ സിസ്റ്റംസും, അതിൻ്റെ അകത്ത് എന്തൊരു എക്യുപ്മെന്റ് ഉണ്ടെങ്കിലും എന്തൊരു ഡിവൈസ് ഉണ്ടെങ്കിലും അതിന് പവർ വേണം, അല്ലേ? ഇപ്പൊ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് ഓൺ ആവുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസുകളിൽ നിങ്ങൾ നടന്നു കയറുമ്പോൾ തന്നെ അവിടെ ഒരു സെൻസർ ഉണ്ടാവും, അത് നിങ്ങൾ ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആവും. ഇതൊക്കെ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? നിങ്ങളുടെ സോക്കറ്റ്സ് ഉണ്ട്, പവർ സോക്കറ്റ്സ് ഉണ്ട്, അല്ലേ? അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇതിനെല്ലാം വേണ്ടി പല രീതിയിലുള്ള പവറാണ്. ഇതെങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യും? ഇതിന്റെ എല്ലാം പുറകിൽ എന്താണ്? നമ്മളൊരു ബിൽഡിംഗിന്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ മിക്കവാറും MEP സിസ്റ്റത്തിനെ കുറിച്ച് ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല, കാണാറില്ല. ബിക്കോസ് ഇതെല്ലാം ഹിഡൻ ആയിരിക്കും. ഇവർ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ കൂടെ തന്നെ പണിത് പോകുന്നതാണ്. ഓക്കെ, അത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ അകത്ത് ഒരുപാട് പൈസയും ചിലവുള്ളതാണ്. അതുകൊണ്ട് മെയിൻ്റെനൻസും ഓപ്പറേഷൻസിന്റെ സമയത്തും നല്ലോണം ചിലവ് കൂടിയ സംവിധാനം തന്നെയാണ് MEP സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പേർട്ട് ഉള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. ഓരോ ഡിസിപ്ലിനിലും നമുക്ക് ഡിസൈൻ ചെയ്യാനും ബിൽഡ് ചെയ്യാനായിട്ട്, അത് പിന്നെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഈ MEP കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ അതെല്ലാം പഠിച്ച് അതെല്ലാം കവർ ചെയ്യും. ഇലക്ട്രിക്കലി ഞാൻ പറഞ്ഞ പോലെ ഒരു ബിൽഡിംഗിന്റെ അകത്തേക്ക് എങ്ങനെ പവർ വരുന്നു. അപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു സിസ്റ്റം, ഇതൊരു ബിൽഡിംഗ് ആണ്, ഒരു വലിയൊരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗിന്റെ അകത്തേക്ക് പുറത്തുനിന്ന് ഹൈ വോൾട്ടേജ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മീഡിയം വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. അതിന് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് നമ്മൾ 240 വോൾട്ടിലോട്ട് അല്ലെങ്കിൽ 3 ഫേസ് പറയുമ്പോൾ 440 വോൾട്ട് സിസ്റ്റത്തിലോട്ട് മാറ്റുന്നു. അവിടുന്ന് ഒരു സ്വിച്ച് ഗിയർ കാണും, വലിയൊരു പാനൽ കാണും. ആ പാനൽ ത്രൂ നമ്മൾ ഓരോ ഫ്ലോറിലും പാനൽസ് കാണും. ബിൽഡിംഗിന്റെ സൈസും കോംപ്ലക്സിറ്റി അനുസരിച്ചാണ്. എങ്ങനെ പോയാലും നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എങ്കിലും ഉണ്ടാവും. നിങ്ങൾ ഫ്ലാറ്റിലാണെങ്കിൽ ഫ്ലാറ്റിലുണ്ടാവും, വീടുകളാണെങ്കിൽ വീടുകളിലും ഉണ്ടാവും. ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന്റെ അകത്ത് പിന്നെ എങ്ങനെ ഒരു മുറിയിലോട്ട് നമ്മൾ ബ്രേക്കേഴ്സിൽ ത്രൂ എങ്ങനെ വയറിംഗ് ചെയ്യുന്നു, ഇതിന്റെയൊക്കെ കണക്ക് എന്താണ്, ഈ ബ്രേക്കേഴ്സിന്റെയൊക്കെ റേറ്റിംഗ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യണം, അതിന്റെ കപ്പാസിറ്റി എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യണം, ഓരോ പോയിന്റിനും എത്ര വോൾട്ടേജ് വെച്ചാണ്, എത്ര ലോഡ് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതെല്ലാം കാൽക്കുലേഷൻസ് ആണ്, ഇതെല്ലാം എഞ്ചിനീയറിംഗ് ആണ്. അപ്പം ഇലക്ട്രിക്കൽ ഫണ്ടമെന്റ്സിൽ നിങ്ങൾ ഇതെല്ലാം കവർ ചെയ്ത് പഠിക്കും, എങ്ങനെ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ MEPയിൽ അടുത്ത അക്ഷരം എന്താണ്? P സ്റ്റാൻഡ്സ് ഫോർ പ്ലംബിംഗ്. പ്ലംബിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിൽഡിംഗിന്റെ അകത്ത് വെള്ളം കിട്ടാനായിട്ട്, അതായത് നമുക്കിപ്പം ഒരു ടാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല ശുദ്ധവെള്ളം വരണം. ഒരു ഷവർ, കുളിക്കാൻ വേണ്ടി കയറുമ്പോൾ ഷവറിൽ നമുക്ക് കറക്റ്റ് പ്രഷറിൽ വെള്ളം വരണം, അല്ലെ? ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ ഫ്ലോ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഴുക്ക് വെള്ളം, യൂസ് ചെയ്ത വെള്ളം, അത് നമ്മൾ എങ്ങനെ ബിൽഡിംഗിന്റെ അകത്ത് റിമൂവ് ചെയ്യും, ഇതിന്റെ സംവിധാനം എങ്ങനെയാണ്, ഇതിന്റെ പൈപ്പിംഗ് ഡിസൈൻ എങ്ങനെയാണ്. ഇപ്പം നിങ്ങളുടെ വീടുകളിലോ ഫ്ലാറ്റുകളിലോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്പേസസിലോ അവിടെയെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണും, ഒരു ഓവർ ഹെഡ് ടാങ്ക് ആണ്, മിക്കവാറും ഒരു ഓവർ ഹെഡ് ടാങ്ക് ആണ്. ആ ടാങ്കിന്റെ അകത്തേക്ക് എവിടെ നിന്നാണ് വെള്ളം വരുന്നത്, അതിനെ നമുക്കൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ടാങ്ക് ആണ്. അവിടുന്ന് പമ്പ് ചെയ്തിട്ടാണ് ഓവർ ഹെഡ് ടാങ്കിലോട്ട് കയറ്റുന്നത്. അവിടെ നിന്നായിരിക്കും ബാക്കി എല്ലായിടത്തും ഗ്രാവിറ്റി ഫ്ലോ വെച്ചിട്ട് നമ്മൾ എല്ലാ റൂമുകളിലോട്ടും വെള്ളം കൊടുക്കുന്നത്. എന്നാലും ചില റൂമുകളിൽ, ഏറ്റവും മേളത്തെ റൂമുകളിലൊന്നും പ്രഷർ കിട്ടുന്നതല്ല. അപ്പൊ അവിടെ നമ്മൾ ബൂസ്റ്റർ പമ്പ് എന്നുള്ളൊരു സംവിധാനം യൂസ് ചെയ്തിട്ട് പ്രഷർ കൊടുക്കും. ഈ പ്രഷർ കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പൊ ഷവറിന്റെ അടിയിൽ നിൽക്കുമ്പോൾ കറക്റ്റ് ഫ്ലോവിന് വെള്ളം കിട്ടും, അല്ലേ? അല്ലെങ്കിൽ ഷവറിന് പവർ ഇല്ലെങ്കിൽ എന്താ ഒരു സുഖമില്ല കുളിക്കാൻ. അപ്പം എങ്ങനെ നമ്മൾ റെഡിയാക്കും, എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യും, ഇതെല്ലാം നിങ്ങളുടെ MEP ഡിസൈനിലും നിങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ എങ്ങനെ റിമൂവ് ചെയ്യുന്നു, ഈ സംവിധാനം കൂടാണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ മഴവെള്ളം എങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു, ഇതിനെ എവിടെ കളക്ട് ചെയ്യുന്നു. ചില ബിൽഡിങ്സിലും ചില സിസ്റ്റത്തിലും നമുക്ക് റിസൈക്ലിംഗ് പറയുന്നുണ്ട്. ഈ അഴുക്ക് വെള്ളത്തെ റിസൈക്കിൾ ചെയ്തിട്ട് പല യൂസിനും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിന്റെ പുറകിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പ്ലംബിംഗ് ഫണ്ടമെന്റ്സിൽ പഠിക്കുന്നത്. അടുത്തായിട്ട് എന്തൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഈ ഒരു ഫീൽഡ് നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിങ്ങളിപ്പം
പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിലും പുറത്തും തുറന്നു വന്നിരിക്കുകയാണ്. ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ ബൂം തന്നെ നടക്കുകയാണ്. അപ്പം എല്ലായിടത്തും MEP സിവിൽ എന്ന പോലെ തന്നെ MEP പ്രൊഫഷണൽസിനെ നല്ലോണം ആവശ്യമുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഞാൻ ചെറിയൊരു റിപ്പോർട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ക്രെഡയുടെ റിപ്പോർട്ട്. ക്രെഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അവർ ഇറക്കിയേക്കണ ഹൗസിംഗ് റിപ്പോർട്ടാണ്. ജൂലൈ 2025 റിപ്പോർട്ടാണ്. അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പാൻ ഇന്ത്യ ഈ കഴിഞ്ഞ ഒരു കൊല്ലം 9% ഗ്രോത്ത് ആണ് ഹൗസിംഗ് സെയിൽസിൽ മാത്രമായിട്ട് കണ്ടുവരുന്നത്. അതായത് സെയിൽസ് കൂടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ നല്ലോണം ബൂമിംഗ് ആണ്. ഇനി ഒരു മെട്രോ സിറ്റിയിലൂടെ നോക്കുകയാണെങ്കിൽ ചെന്നൈയുടെ ഒരു റേറ്റിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ മാത്രമായിട്ട് 23% ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത് ഹൗസിംഗ് സെയിൽസിന്റെ. എന്ന് വെച്ചാൽ എന്താണ്? അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നല്ലോണം ബൂം ആവുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രൊഫഷണൽസിനെയും ആവശ്യമുണ്ട് അല്ലെ? ഇനി നമുക്ക് കുറച്ച് കൺസൾട്ടന്റ് കമ്പനീസും കോൺട്രാക്ടിങ് കമ്പനീസും നോക്കാം. അതിന് ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. ബേസിക്കലി ഒരു 3 tier ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ക്ലയന്റ് ഉണ്ട്, ഒരു കൺസൾട്ടന്റ് ഉണ്ട്, ഒരു കോൺട്രാക്ടർ ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടില് ഒരു ഹയാത്തിന്റെ ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പണിതിട്ടുണ്ടല്ലോ കൊച്ചിയിൽ. എത്ര പേർക്ക് അറിയാമത്? അപ്പം അവിടെ ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ചെയിൻ ആണ്. ഈ ഗ്രാൻഡ് ഹയാത്ത് ആണ് അവിടെ ക്ലയന്റ് ആയിട്ട് വരുന്നത്. ഗ്രാൻഡ് ഹയാത്ത് വന്ന് ഡയറക്ട്ലി അവരുടെ ആൾക്കാരെയും കൊണ്ട് പണിയിക്കുകയാണോ? അല്ല. ഗ്രാൻഡ് ഹയാത്തിന്റെ ഡിസൈൻ പ്രകാരം ചെയ്യാനായിട്ട് അവർ കൺസൾട്ടൻസിനെ വെക്കും. അതിൽ അവർ ഡിസൈനിങ്ങും ചെയ്യും, അതുപോലെ തന്നെ കൺസ്ട്രക്ഷനും ഓവർസീ ചെയ്യും. ഓക്കെ, അതാണ് കൺസ്ട്രക്ഷന്റെ ജോബ്, കൺസൾട്ടന്റ് ജോബ്. അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കോൺട്രാക്ടേഴ്സിനെ അവർ ഹയർ ചെയ്യും. അതാണ് കോൺട്രാക്ടിങ് കമ്പനീസ്. ഓക്കെ, അപ്പൊ 3 tier ആണ്. ക്ലയന്റ് ഉണ്ട്, കൺസൾട്ടന്റ് ഉണ്ട്, കോൺട്രാക്ടിങ് ഉണ്ട്. ഈ 3 ഫീൽഡിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് കൺസൾട്ടന്റ് കമ്പനീസിലോട്ട് നോക്കാം. പേര് എന്തൊക്കെയാന്ന് നോക്കാം. AECOM, ജേക്കബ്സ് എഞ്ചിനീയറിംഗ്, WSP ഗ്ലോബൽ, അറൂപ്, ബെക്ടൽ, ഫ്ലൂർ കോർപ്പറേഷൻ, പാസൻസ്, മോട്ട് മക്ഡൊണാൾഡ്, അർക്കാഡസ്, സ്റ്റാൻടെക്. ഏതാനും കോൺട്രാക്ടിങ് കമ്പനീസിനെ കൂടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. L&T, ലാർസൻ ആൻഡ് ടൂബ്രോ, ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ടാറ്റ പ്രോജക്ട്സ്, ഷെപ്പോർജി പെലോഞ്ചി, വോൾട്ടാസ്, ബ്ലൂ സ്റ്റാർ. ഈ വോൾട്ടാസും ബ്ലൂ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ കമ്പനീസ് ആണ്. അവർ വേൾഡ് വൈഡ് തന്നെ ഒരുപാട് എന്താ പറയാ പ്രോമിനൻസ് നിൽക്കുന്ന കമ്പനീസ് തന്നെയാണ്. HVACയുടെ സൈഡിൽ സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ, പഞ്ച് ലോയിഡ്, ഗവൺമെന്റ് ഇന്ത്യ, നാഗാർജുന കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇന്ത്യയിൽ ഈ പറഞ്ഞ കൺസൾട്ടന്റ് കമ്പനീസിന്റെയും പ്രസൻസ് ഉണ്ട്, ഈ കോൺട്രാക്ടിങ് കമ്പനീസിന്റെയും പ്രസൻസ് ഉണ്ട്. വേൾഡ് വൈഡ് ആണെങ്കിലും ഈ പറഞ്ഞ കമ്പനീസ് എല്ലാം ടോപ്പ് ടിയർ കമ്പനീസ് തന്നെയാണ്. നിങ്ങൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ ഇവരെയൊക്കെ ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് തന്നെ കിട്ടും. ഇനി എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ ഗ്രോത്തും എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ സാലറി എക്സ്പെക്ടേഷൻസും മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പീരിയൻസ് 0 to 2 years ഉള്ള ആൾക്കാർ, ഫ്രഷേഴ്സ്, എൻട്രി ലെവലിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു ട്രെയിനി ഡിസൈൻ എഞ്ചിനീയർ ആയിട്ടേക്ക് കയറുന്നത്. അവിടെ ഇന്ത്യയിലാണെങ്കിൽ ഒരു 1 to 2 lakhs per annum, ഇന്ത്യയുടെ പുറത്താണെങ്കിൽ ഒരു 3 to 4 lakhs per annum കിട്ടും. ഒരു ജൂനിയർ എഞ്ചിനീയർ എന്നൊരു ലെവലിലോട്ട് എത്തുമ്പോൾ ആഫ്റ്റർ 2 to 5 years എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഒരു 4 to 7 lakhs per annum, പുറത്താണെങ്കിൽ ഒരു 9 to 12 lakhs per annum നിങ്ങൾക്ക് കിട്ടും. ഇനി ഒരു 5 to 10 years എക്സ്പീരിയൻസ് ഒക്കെ കയറുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു സീനിയർ ഡിസൈൻ എഞ്ചിനീയർ ലെവലിലോട്ടൊക്കെ വരും. അപ്പൊ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു 10 to 12 lakhs per annum, എബ്രോഡ് ഒക്കെ പോവുകയാണെങ്കിൽ 15 to 20 lakhs per annum കിട്ടും. ഇനി about 10 years, 10 to 15 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസൈൻ മാനേജർ എന്ന് വെച്ചാൽ MEP ലെവലിലുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, ഡിസൈൻ മാനേജർ റോളിലോട്ട് കയറാൻ പറ്റും. ഇന്ത്യയിൽ ഒരു 15 to 20 lakh per annum സാലറി കിട്ടും. എബ്രോഡ് ആണെങ്കിൽ 22 to 25 lakhs per annum കിട്ടും. ഇനി 15+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഹെഡ് ഓഫ് ഡിസൈൻ ടീമായിട്ട് കയറാൻ പറ്റും. ഇന്ത്യയിൽ അതൊരു 25 to 35 lakhs per annum ഇന്ത്യ തന്നെ കിട്ടും. എബ്രോഡ് ഒക്കെ ആണെങ്കിൽ 40 to 45 lakhs per annum കിട്ടും. ഇതൊക്കെയാണ് നിങ്ങളുടെ കാരിയർ ഗ്രോത്ത് ആൻഡ് സാലറി എക്സ്പെക്ടേഷൻസ്. ഇനി ആർക്കൊക്കെ ഈ ഒരു കാരിയർ ചൂസ് ചെയ്യാം? MEP എന്നൊരു കാരിയർ ചൂസ് ചെയ്യാം. നിങ്ങൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർ ഡിപ്ലോമ ആണെങ്കിൽ പോലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഡിപ്ലോമ വെച്ചാൽ 3 year ഡിപ്ലോമയാണ് ഫ്രം റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക്. നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരു MEP ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ CAD ടെക്നീഷ്യൻ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഒരു മാക്സിമം പൊസിഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സീനിയർ MEP കോർഡിനേറ്റർ, സൈറ്റ് സൂപ്പർവൈസർ എന്ന ലെവലിലോട്ട് കയറാൻ പറ്റും. ടിപ്പിക്കലി നിങ്ങളുടെ റോള് വരുന്നത് ഒരു
സൈറ്റ് ഹാൻഡ്ലിംഗ്, കോർഡിനേഷൻ, എക്സിക്യൂഷൻ അങ്ങനെയൊക്കെയാണ്. ഇതിലും കൂടുതൽ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ സർട്ടിഫിക്കേഷൻസും അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. അതേസമയം ഒരു BE/BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് കംപ്ലീഷൻ ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ, അത് 4 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ എൻട്രി പൊസിഷൻ തന്നെ ഒരു ജൂനിയർ MEP എഞ്ചിനീയർ ആയിട്ട് കയറാൻ പറ്റും, അല്ലെങ്കിൽ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് കയറാൻ പറ്റും. ഒരു മാക്സിമം പൊസിഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു MEP മാനേജർ, സീനിയർ പ്രോജക്ട് മാനേജർ ആ ലെവലിലോട്ടൊക്കെ എത്താൻ പറ്റും. ഇതൊരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് 10 to 15 ഇയേഴ്സ് കൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് മാനേജർ റോൾസിൽ തന്നെ കയറാൻ പറ്റും. ഇനി മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ബാക്ക്ഗ്രൗണ്ട്സിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ എൻട്രി പൊസിഷൻ തന്നെ MEP എഞ്ചിനീയർ അല്ലെ സീനിയർ ഡിസൈൻ എഞ്ചിനീയർ എന്ന റോളിലോട്ട് കയറാൻ പറ്റും. ഒരു മാക്സിമം പൊസിഷൻ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നത് MEP ഡയറക്ടർ, ചീഫ് എഞ്ചിനീയർ, ടെക്നിക്കൽ ഡയറക്ടർ ഈ ലെവലിലോട്ട് കയറാൻ പറ്റും. ഇതൊരു ആക്സിലറേറ്റഡ് ഗ്രോത്ത് ആയിരിക്കും. ഒരു ബിറ്റ്വീൻ 12 to 15 ഇയേഴ്സും കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ലെവലിലോട്ടൊക്കെ, ഹയസ്റ്റ് ലെവലിലോട്ട് തന്നെ എത്താൻ പറ്റും. ഇനി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു MBA കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്ലസ് MBA ഉണ്ടാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പ്രോജക്ട് എഞ്ചിനീയർ അല്ലെ അസിസ്റ്റന്റ് മാനേജർ റോളിലോട്ടായിരിക്കും കയറുന്നത്. നിങ്ങൾക്ക് ഒരു മാക്സിമം റോൾ എത്താൻ പറ്റുന്നത് കമ്പനിയുടെ ഹെഡ്സ് ആയിട്ടുള്ള പൊസിഷൻസ്, C-suite പൊസിഷൻസ്, അതായത് VP, അതായത് വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ബിസിനസ് ഹെഡ്, CEO ലെവലിലോട്ടൊക്കെ കയറാൻ പറ്റും. ഇനി MEP-യിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ജോബ്സ് ആണ്, അല്ലെങ്കിൽ നേച്ചർ ഓഫ് ജോബ് എന്താണ്, അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് സൈറ്റ് ബേസ്ഡ് വർക്ക് പൊസിഷൻസ് ഉണ്ട്, ഡെസ്ക് ബേസ്ഡ് വർക്ക് പൊസിഷൻസ് ഉണ്ട്. സൈറ്റ് ബേസ്ഡ് എന്ന് വെച്ചാൽ കൂടുതൽ സമയം സൈറ്റിലായിരിക്കും. ഡെസ്ക് ബേസ്ഡ് എന്ന് വെച്ചാൽ കൂടുതൽ സമയം ഓഫീസിന്റെ അകത്ത് ഡെസ്ക് ബേസ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന പൊസിഷൻസ് ആയിരിക്കും. പക്ഷെ രണ്ടിലും എനിക്ക് പറയാനുള്ളത്, രണ്ടിലും സൈറ്റും കാണും, കുറച്ച് ഡെസ്ക് വർക്കും കാണും. ഒരെണ്ണം സൈറ്റ് എന്ന് പറഞ്ഞാൽ സൈറ്റ് ഫുൾ ടൈം സൈറ്റിൽ പോരുന്ന വർക്ക് മാത്രമല്ല, അതുപോലെ ഡെസ്ക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഡെസ്കിൽ ഇരുന്നുകൊണ്ടുള്ള വർക്ക് മാത്രമായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അത് കമ്പനിയുടെ സ്ട്രക്ചറും എല്ലാം അനുസരിച്ചിരിക്കും. ഇനി നമുക്ക് നോക്കാം സൈറ്റ് വർക്ക് പൊസിഷനിൽ എന്തൊക്കെയാണ് ജോബ് റോൾസ് ഉള്ളത്. ഒരു MEP സൈറ്റ് എഞ്ചിനീയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈറ്റിൽ ഡെയിലി പോകണം, ഇൻസ്റ്റാളേഷൻസ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യണം, ക്വാളിറ്റി ചെക്ക് ചെയ്യണം, വർക്കിന്റെ ക്വാളിറ്റി. MEP കോർഡിനേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേഷൻ ബിറ്റ്വീൻ വേരിയസ് ഡിസിപ്ലിൻസ്. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിങ്ങൾക്ക് അറിയാം, MEP എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ MEP-യിൽ തന്നെ മൾട്ടിപ്പിൾ സിസ്റ്റംസ് ആൻഡ് ഡിസിപ്ലിൻസ് ഉണ്ട്. ഇത് തമ്മിൽ ക്ലാഷസ് ഉണ്ട്. അതുകൂടാണ്ട് തന്നെ സിവിൽ സൈഡിൽ, ആർക്കിടെക്ചറൽ സൈഡിൽ, ഇന്റീരിയർ ഡിസൈൻ സൈഡ്, ഇവരുടെ അടുത്തെല്ലാം നമുക്ക് ക്ലാഷസ് വരും. അപ്പൊ ഇതിനായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇതെല്ലാം റിസോൾവ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് MEP കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി. ഒരു സൈറ്റ് സൂപ്പർവൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി MEP ടീംസിന്റെ സൂപ്പർവിഷൻ ആണ്. അവരെങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പ്രോപ്പറേറ്റ് ആണോ, ഇതെല്ലാം ചെയ്യുന്ന നോക്കുന്ന ആളാണ് സൈറ്റ് സൂപ്പർവൈസർ. ഒരു കമ്മീഷനിങ് എഞ്ചിനീയർ ഓൺ ദ അതർ ഹാൻഡ്, പുള്ളിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റംസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ കമ്മീഷൻ ചെയ്യണം, ഇതിനെ നമുക്ക് ചാലുവാക്കണം, ഇതിനെ ഓൺ ആക്കണം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിനെല്ലാം അത് സിസ്റ്റം സ്റ്റാർട്ടപ്പ് എന്ന് പറയും. അപ്പോൾ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് സിസ്റ്റം സ്റ്റാർട്ടപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് കമ്മീഷനിങ് എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അത് ഇച്ചിരി എക്സ്പീരിയൻസ് ഒക്കെ ആയ ആൾക്കാർക്ക് മാത്രമേ ആ ലെവലിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇനി ഒരു സൈറ്റ് ബേസ്ഡ് പ്രോജക്ട് മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ പുള്ളിക്കാരുടെയോ റെസ്പോൺസിബിലിറ്റി വരുന്നത് ഒരു ഫുൾ MEP എക്സിക്യൂഷൻ മാനേജ്മെന്റ് ചെയ്യുന്നതാണ്. അതേസമയം ഡെസ്ക് ബേസ്ഡ് പൊസിഷൻസിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു MEP ഡിസൈൻ എഞ്ചിനീയർ ആവും. അവിടെ നിങ്ങൾ AutoCAD, Revit, MEP, HAP ഇങ്ങനെ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തിട്ട് MEP ഡിസൈൻ ചെയ്യുന്ന ആളാവാം. അല്ലെങ്കിൽ ഒരു BIM മോഡലർ ആവും. BIM എന്ന് വെച്ചാൽ 3D മോഡലിംഗ് ആണ്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് ആണ്. അതിനകത്ത് Revit അല്ലെങ്കിൽ Navis വർക്ക് എന്നുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ കോർഡിനേറ്റഡ് MEP ഡിസൈൻസ് ആൻഡ് ഡ്രോയിങ്സ് ഉണ്ടാക്കും. വേറൊരു പൊസിഷനാണ് MEP കൺസൾട്ടന്റ്. അവിടെ നിങ്ങൾ MEP കൺസൾട്ടന്റ് നേരത്തെ പറഞ്ഞ പോലെ ക്ലയന്റ്, കൺസൾട്ടന്റ്, കോൺട്രാക്ടർ. ഇപ്പൊ കൺസൾട്ടന്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്? ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു ഡിസൈൻ ഉണ്ടാക്കുക, കോൺട്രാക്ടറെയും കൊണ്ട് പണിയെടുപ്പിക്കുക. അപ്പൊ അവർ സബ്മിറ്റ് ചെയ്യുന്ന ഷോപ്പ് ഡ്രോയിങ്സ് ഒക്കെ റിവ്യൂ ചെയ്യുക, ഇവർ ചെയ്യുന്നതെല്ലാം പ്രോപ്പർ ആണോ നോക്കുക. ഇതൊക്കെയാണ് ഒരു കൺസൾട്ടന്റ് ജോബ് റോൾ വരുന്നത്. അപ്പം ഡിസൈൻ റിവ്യൂ. MEP-ൽ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഴ്സ് ഉണ്ട്. IEC 18th എഡിഷൻ ആണ് ഇലക്ട്രിക്കലിന് വേൾഡ് വൈഡ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ NFPA ഉണ്ട്. പിന്നെന്തൊക്കെയാണ് ഒരുപാട് കോഴ്സ് ഉണ്ട്. ഇതിനെല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പ്ലംബിങ്ങിന് വരും കോഴ്സ്, HVAC ഡിസിപ്ലിന് വരും, ഫയർ ഫൈറ്റിങ്ങിന് വരും, ഇലക്ട്രിക്കലിന് വരും. അങ്ങനെ പല ഡിഫറെന്റ് കോഴ്സ് ഉണ്ട്. ഇതിനെല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇതൊക്കെയാണ് ഡിസൈൻ കംപ്ലൈ ചെയ്യുന്നുണ്ടോ, എക്സിക്യൂഷൻ കംപ്ലൈ ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ക്ലയന്റ് ആയിട്ടുള്ള മീറ്റിംഗ്സ് ഒക്കെ നടത്തുക. ഇതൊക്കെയാണ് MEP കൺസൾട്ടന്റിന്റെ മേജർ ജോബ് റോൾസ്. ഇനി എസ്റ്റിമേഷൻ എഞ്ചിനീയർ റോൾ, അതൊരു അഗൈൻ ഒരു ഡെസ്ക് ബേസ്ഡ് റോളാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ചെയ്യുക. നമ്മുടെ ഡിസൈൻ ഡ്രോയിങ്സ് ചെയ്യുന്ന ഓരോ ഐറ്റംസും, ഇപ്പൊ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു ലൈറ്റിംഗ് ഡിസൈൻ നമ്മൾ ചെയ്യണം. അതിൻ്റെ എത്ര ലൈറ്റ് വരും, എത്ര കേബിൾ വരും, എത്ര കോൺഡ്യൂട്ട് വരും, ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ പിക്ക് ചെയ്യുക, അതനുസരിച്ച് പ്രൊക്യൂർമെന്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു എസ്റ്റിമേഷൻ എഞ്ചിനീയറിന്റെ ജോബ് റോളിൽ വരുന്ന ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്. കോസ്റ്റ് എസ്റ്റിമേഷൻ, ബിഡ് പ്രിപ്പറേഷൻ, അതായത് ഒരു ജോബ് വരുന്ന സമയത്ത്, ടെൻഡറിന്റെ സമയത്ത് എങ്ങനെ നമ്മൾ ബിഡ് ചെയ്യും,
എത്ര വെച്ച് ബിഡ് ചെയ്യും, എങ്ങനെ ആ ജോബ് പിടിച്ചെടുക്കും, ഇതൊക്കെ ഒരു എസ്റ്റിമേഷൻ എഞ്ചിനീയറിന്റെ എസ്റ്റിമേറ്റ് ചെയ്ത് ചെയ്യേണ്ട ജോബ് റോൾസ് ആണ്, അല്ല റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇനി ഒരു ഡിസൈൻ ബേസ്ഡ് പ്രോജക്ട് മാനേജർ എന്ന് പറയുമ്പോൾ ആ ഒരു മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ഇസ് ടു ഓവർസീ ദ ടീം. ഒരു ഡിസൈൻ ടീം കാണും, അതുപോലെ തന്നെ ക്ലയന്റിനായിട്ട് കോർഡിനേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഒരു പ്രോജക്ട് മാനേജർ ഡിസൈൻ ബേസ്ഡ് വരുന്നത്. ഇനി അടുത്ത സെക്ഷൻ, അടുത്തൊരു ജോബ് റോളാണ് എനർജി ആനലിസ്റ്റ്. ഇതൊരു അപ്കമിങ് ജോബ് റോളാണ്, ഭയങ്കര ഡിമാൻഡിലുള്ള ഒരു ജോബ് റോളാണ്. നമുക്കറിയാം സസ്റ്റൈനബിലിറ്റിക്ക് ഒരുപാട് ഫോക്കസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്കറിയാം നമ്മുടെ ചുറ്റിനുള്ള റിസോഴ്സസ് ഭയങ്കര ലിമിറ്റഡ് ആണ്, അല്ലേ? അപ്പം സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഉള്ള ചുറ്റിനുള്ള റിസോഴ്സ് കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷന്റെ നീഡ്സും കൂടെ മീറ്റ് ചെയ്യാൻ പറ്റണം. അതും കൂടെ നമ്മൾ മനസ്സിൽ കണ്ട് ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യാം. അതാണ് സസ്റ്റൈനബിലിറ്റിയുടെ കോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പറയുന്നത്. അപ്പൊ ഈ എനർജി അനലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് കൺസ്യൂം ചെയ്യുന്ന എനർജി, അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയാൻ നേരത്ത് യൂസ് ചെയ്യുന്ന എനർജി, നമ്മുടെ ഓരോ സിസ്റ്റംസും യൂസ് ചെയ്യുന്ന എനർജി, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്ത എനർജി, ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക, ഇതിനെക്കുറിച്ച് മോഡലിംഗ് ഉണ്ടാക്കുക, ഇത് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും എന്ന് നോക്കുക. ഇതൊക്കെയാണ് എന്റെ എനർജി അനലിസ്റ്റിന്റെ ജോബ് റോൾ. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഡെസ്ക് ബേസ്ഡ് പൊസിഷൻ്റെ ആൾക്കാർ കൂടുതലും ഓഫീസിന്റെ അകത്തിരുന്നായിരിക്കും ജോബ് ചെയ്യുന്നത്. സൈറ്റ് വർക്ക് പൊസിഷൻ ബേസ് ചെയ്ത ആൾക്കാർ കൂടുതലും സൈറ്റിൽ നമ്മുടെ PPEs, അതായത് നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അതായത് സേഫ്റ്റി ഹെൽമെറ്റ്, ജാക്കറ്റ്, സേഫ്റ്റി ഷൂ, ഗ്ലൗസ്, ഗ്ലാസസ്, ഇങ്ങനെ പല സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഇട്ടുകൊണ്ട് സൈറ്റിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും മോസ്റ്റ്ലി സൈറ്റ് ബേസ്ഡ് ജോബ്സിന് വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ ജോബ് റോൾ ചൂസ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ കാണിച്ച പോലെ ക്രെഡയുടെ ഒരു റിപ്പോർട്ട് കാണിച്ച പോലെ തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബൂം ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് എല്ലായിടത്തും. അപ്പം ഒരുപാട് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് നടക്കുന്നുണ്ട്, ബി ഇറ്റ് villas or housing colonies or flats and apartments or malls, commercial buildings, airports, hospitals, എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ ഇപ്പം ബൂമിങ് നടക്കുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ. അപ്പൊ ഇവിടെയെല്ലാം നമുക്ക് സിവിൽ എഞ്ചിനീയേഴ്സിനെ പോലെ തന്നെ MEP എഞ്ചിനീയേഴ്സിന്റെയും അല്ലെങ്കിൽ MEP സ്പെഷ്യലിസ്റ്റുകളുടെയും ആവശ്യമുണ്ട്. സിമിലർലി ഗ്രീൻ ബിൽഡിംഗ് റെവല്യൂഷൻ നടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് സസ്റ്റൈനബിലിറ്റി. അപ്പൊ സസ്റ്റൈനബിലിറ്റി ഫോക്കസ് ചെയ്ത് ഗ്രീൻ ബിൽഡിംഗ് കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിന്റെ കോർ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ റെഫർ ചെയ്യുന്ന കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതാണ് ലീഡ് എന്ന് പറയുന്നത്, ലീഡേഴ്സ് ഇൻ എനർജി എഫിഷ്യന്റ് ഡിസൈൻ, അല്ലെങ്കിൽ ഗൃഹ, IGBC, ഗൃഹ എന്ന് പറയുന്നത് ഇന്ത്യയുടെയാണ്, അല്ലെ IGBC. ഇവരുടെ എല്ലാം സർട്ടിഫിക്കേഷൻസ് കിട്ടണം ഈ ബിൽഡിങ്സിനൊക്കെ, എന്നാലേ അതിന് ആ റേറ്റിംഗ് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതെങ്ങനെ കിട്ടും, എങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഇതെല്ലാം നമ്മുടെ MEPയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം MEP ആൾക്കാർ വിത്ത് ദീസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കേഷൻസ് ആർ ഇൻ ഹൈ ഡിമാൻഡ്. അതുപോലെ നിങ്ങൾ എല്ലാവരും സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യാനാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ വീടുകളിൽ മിക്ക ഡിവൈസസ് നിങ്ങൾ സ്മാർട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബിൽഡിംഗിന്റെ അകത്ത് നമുക്കിപ്പം അതുപോലെ സ്മാർട്ട് ബിൽഡിങ്സ് ഉണ്ട്. ഈ ബിൽഡിംഗിന്റെ അകത്ത് നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ എൻട്രി, എക്സിറ്റ് അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു റൂമിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു സ്പേസിന്റെ അകത്ത് നമ്മുടെ കൂളിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ലൈറ്റിങ്ങിന്റെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് റിമോട്ടിൽ ഇരുന്നാണെങ്കിലും ഇതെല്ലാം മോണിറ്റർ ചെയ്യാനും എല്ലാം പറ്റും. റൈറ്റ്, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതെല്ലാം ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ IoT അല്ലെങ്കിൽ എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെല്ലാം സെൻസേഴ്സ് ഉണ്ട്, ഇതെല്ലാം ഇന്റർനെറ്റ് കണക്റ്റഡ് ആണ്. ഇതെല്ലാം നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഇതെല്ലാം റിവ്യൂ ചെയ്യാനും പറ്റും, അത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, സെയിം തിങ് ഫോർ ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, BMS എന്ന് പറയുന്ന സംവിധാനം. ഇതിനെല്ലാം മോണിറ്റർ ചെയ്ത് എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യാം എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ മാത്രമല്ല ഒരുപാട് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസും അവൈലബിൾ ആണ്. UAE തന്നെ ഒരുപാട് ഇപ്പം MEP ഡിമാൻഡിലാണ്. MEP പഠിച്ച ആൾക്കാരും MEP എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. UAE മാത്രമല്ല വേൾഡിന്റെ പല ഭാഗത്തും, ഇപ്പം നോർത്ത് അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇതുപോലത്തെ കോഴ്സസ് എടുത്തുകൊണ്ട് അപ്സ്കിൽ ചെയ്യണതിന്റെ ഗുണങ്ങൾ? ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് ഇൻ ഡെപ്ത് നിങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ ഇരിക്കുമ്പോഴോ എന്തെങ്കിലും ജോലിക്ക് കയറി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് അതോറിറ്റേറ്റീവ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ബിക്കോസ് നിങ്ങൾക്ക് ഈ സാധനം എന്താണെന്നുള്ളത് അറിയാം, അല്ലെ? അപ്പൊ ഇന്റർവ്യൂവിൽ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെക്കാട്ടും നിങ്ങൾക്ക് നല്ലൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തന്നെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് പ്രൊമോഷൻസ് കിട്ടി സീനിയർ ലെവലിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും, ബിക്കോസ് യു ഹാവ് ദാറ്റ് നോളജ് വിത്ത് യു. പിന്നെ നിങ്ങൾ സെയിം കമ്പനി തന്നെ വർക്ക് ചെയ്യുവാണെങ്കിലും നീ വേറൊരു കമ്പനിയിലോട്ട് ജോലി മാറുകയാണെങ്കിലും നിങ്ങൾക്ക് സാലറി ബെറ്റർ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും.
like 20 to 35% higher salaries നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും because you are technically qualified and competent. പിന്നെ ഒരു പ്രോ ടിപ്പ് ഞങ്ങൾക്ക് തരാനുള്ളത്, നിങ്ങളൊരു ഫ്രഷറാണ്, നിങ്ങളൊരു MEP ഒരു ഫീൽഡിലോട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക. AutoCAD, Revit, MEP എന്നുള്ള സോഫ്റ്റ്വെയർ ആൻഡ് ഡിസൈനിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ പ്രോഗ്രസീവ്ലി മെല്ലെ മെല്ലെ ഓരോ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ആഡ് ചെയ്യുക, ലൈക്ക് ലീഡ്, എനർജി മോഡലിംഗ്, BIM മാനേജ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മെല്ലെ മെല്ലെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതനുസരിച്ച് ആഡ് ചെയ്ത് പോവുക. ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു സ്ട്രാറ്റജിക് ലെവലിൽ നിങ്ങൾക്ക് മൂവ് ചെയ്ത് കരിയർ ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നത്. ഇനി നമ്മുടെ ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ്. നിങ്ങൾക്ക് ഒരു കോംപ്രഹെൻസീവ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് തരുന്നതാണ്. ഒരു ബേസിക് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് സോഫ്റ്റ്വെയർസ് ഇൻക്ലൂഡിംഗ് AutoCAD MEP, Revit MEP, HAP അവർലി അനാലിസിസ് പ്രോഗ്രാം. ഈ AutoCADും Revit ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റൂം ഡിസൈൻ ചെയ്യാനായിട്ടും, HAP നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ HVAC സിസ്റ്റം അതിന്റെ വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ടും. അതുപോലെ BIM 360 എന്ന് പറയുന്നത് ഒരു BIM മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു 3D മോഡൽ ചെയ്തിട്ട് അതിന്റെ ക്ലാഷസും കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നതും നിങ്ങളുടെ ഈ കോഴ്സിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം റിയൽ ലൈഫ് പ്രോജക്ട്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നതും ഡിസ്കഷൻസിൽ ഇരിക്കുന്നതോ എല്ലാം നമ്മുടെ റിയൽ ലൈഫ് പ്രോജക്ട്സ് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ആ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്ന ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ്ങിന് കിട്ടി തുടങ്ങും. അപ്പൊ എവിടെയെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴും യു ക്യാൻ റിക്കലക്ട് ഫ്രം വാട്ട് ഇസ് ബീൻ ഡിസ്കസ്ഡ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്വസ്റ്റൻസ് ഒക്കെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇൻഡസ്ട്രി ലെവൽ സർട്ടിഫിക്കേഷൻസ്, അതായത് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലീഡ് ഗ്രീൻ അസോസിയേറ്റ് അല്ലെ PMP എന്ന് വെച്ചാൽ പ്രോജക്ട് മാനേജ്മെന്റ് പ്രൊഫഷണൽ. അപ്പൊ ഈ വക സർട്ടിഫിക്കേഷൻസിനെ കുറിച്ചും എങ്ങനെ എടുക്കാന്നുള്ളതിനെല്ലാം ഗൈഡൻസ് എല്ലാം തരുന്നതായിരിക്കും. നിങ്ങളുടെ ട്രെയിൻ ചെയ്യാൻ പോകുന്ന ഫാക്കൽറ്റീസ് എല്ലാവരും എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ആണ്. വിത്ത് ഓവർ 15 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം അവർക്ക് ഡിസൈനും എക്സിക്യൂഷനും പ്രോജക്ട് മാനേജ്മെന്റും എല്ലാം ധാരാളം എക്സ്പീരിയൻസ് ഉള്ളതാണ് MEP ഫീൽഡിൽ. സോ നല്ല എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാലും എങ്ങനെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ റെസ്യൂമെ എങ്ങനെ ബിൽഡ് ചെയ്യാം, മോക്ക് ഇന്റർവ്യൂസ്, അതുപോലെ ഡയറക്റ്റ് കണക്ഷൻസ് വിത്ത് കൺസൾട്ടൻസീസ്, കോൺട്രാക്ടേഴ്സ് എക്സെട്ര. അപ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട്സ് ഉണ്ടാക്കിയിട്ട് അവിടെയൊക്കെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഈ കോഴ്സ് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ലേണിംഗ് ഓപ്ഷൻസ് ആണ് തരുന്നത്. അതായത് നിങ്ങൾക്ക് വീക്കെൻഡ്സോ വീക്ക് ഡേയ്സോ ഓൺലൈൻ ക്ലാസ്സസോ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. റെക്കോർഡ് സെഷൻസും കാണും. ലൈഫ് ടൈം കോഴ്സ് മെറ്റീരിയൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മീൻസ് കണ്ടിന്യൂസ് ലേണിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ കോഴ്സിന്റെ മേജർ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത്. സോ വിത്ത് ദാറ്റ് നമ്മുടെ പ്രസന്റേഷന്റെ എൻഡിലായി. ഇനിയും ഇറ്റ്സ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഹലോ സാർ. ഹലോ. ഇതിന് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ എഞ്ചിനീയറിംഗിന് വേണമെന്നുണ്ടോ? നമ്മുടെ ഈ IT കഴിഞ്ഞത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഞാൻ നേരത്തെ ഒരു കാരിയർ പ്രൊഫഷന്റെ കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഏതൊരു ലെവലിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും, ഏതൊരു ലെവൽ വരെ പോകാൻ പറ്റും. ഓക്കെ, ഈവൻ 10th പാസ്സായ ആൾക്കാർക്ക് പോലും ഡിസൈൻ ഫീൽഡിൽ കയറാൻ പറ്റും. ITI കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ അപ്സ്കിൽ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഓക്കെ, കയറുന്ന ഉടനെ തന്നെ നിങ്ങളൊരു മാനേജർ ലെവലിലോട്ട് കയറാൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പൊ നമ്മള് ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച്. നേരത്തെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളതാണോ? ഇല്ലല്ല, നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളെന്നല്ല. നമ്മുടെ നാട്ടിലിങ്ങനെ വയറിങ്ങിന്റെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഓക്കെ, MEP എന്തുകൊണ്ട് നല്ല ഫീൽഡ് അല്ലേ? MEPയിൽ നിങ്ങൾക്ക് സൈറ്റ് സൂപ്പർവൈസർ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. MEP കോഴ്സ് കഴിഞ്ഞിട്ട് ITI ലെവലിൽ ഉള്ള ആൾക്കാർക്ക് അവിടെ നിന്ന് മെല്ലെ മെല്ലെ പഠിച്ചെടുത്ത് ബാക്കി സർട്ടിഫിക്കേഷൻ എടുത്ത് മെല്ലെ മെല്ലെ ഗ്രോ ചെയ്യാൻ പറ്റും. ഏജ് ഒരു പ്രശ്നമാണ്. അപ്പൊ നമുക്കിത് പഠിക്കണ്ട്. ഏജ് പ്രശ്നമാണോ? അതാണ് ചോദ്യം. ഏജ് എന്ന് പറഞ്ഞ പ്രശ്നമല്ല. നിങ്ങളിത് പഠിച്ചെടുക്കാനുള്ള താല്പര്യം ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് ഉണ്ടോ? നമ്മളിപ്പോ 31 ആയിട്ടുണ്ട്. അപ്പൊ അതാ നമ്മളിപ്പോ ഇതിന് പഠിച്ചെടുത്ത് ഒരു ജോബിലൊക്കെ കയറുമ്പോ ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോ ഏജ് ഒരു പ്രശ്നമായിട്ട് മാറുമെന്നൊരു ഡൗട്ട്. ഒരു നിർബന്ധമില്ല. വിത്ത് ITIയിൽ നിങ്ങൾ വയറിംഗിന്റെ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, അതൊരു അസറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ആ ലെവലിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ റിയൽ ലൈഫ് സൈറ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് 2.5 കേബിൾ യൂസ് ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ 4ന്റെ കേബിൾ യൂസ് ചെയ്യുന്നത്, ഒരു എർത്തിങ് പിറ്റ് നിങ്ങൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെക്കാട്ടി സൂപ്പറായിട്ട് ആർക്കും പറയാൻ പറ്റില്ല, ഓക്കെ. അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമ്മുടെ ഈ കോഴ്സിൽ കൂടുതലും കവർ ചെയ്യുന്ന ടെക്നിക്കൽ നോളജ് ആണ്. നിങ്ങളുടെ ഒരു വാസ്റ്റ് ഇപ്പം നിങ്ങളിപ്പം വയറിംഗ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു, അപ്പം ഇലക്ട്രിക്കലിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങൾ കവർ ചെയ്തിട്ടുള്ളത്. അതിന്റെ ബാക്കി ഏരിയാസിലും കവർ ചെയ്യും. ഒരു MEP ഓവറോളിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി അതർ ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ഉണ്ടോ? കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? കോഴ്സിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ആക്ച്വലി നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം തിരിച്ച് കോൺടാക്ട് ചെയ്യണമായിരിക്കും. നമ്മുടെ കൗൺസിലേഴ്സ് വിളിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതായിരിക്കും. ഇനി അതർ ക്വസ്റ്റ്യൻസ്? സർ, ഒരു മെസ്സേജ് ഉണ്ട്, ആക്ച്വലി ഇൻകോൾ മെസ്സേജ് Okay. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, AC മെക്കാനിക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോന്ന്, അതായത് ആള് AC മെക്കാനിക് കഴിഞ്ഞ ആളാണ്, ആൾക്ക് ചാൻസ് ഉണ്ടോന്ന്, അത് ക്വാളിഫിക്കേഷൻ നിങ്ങൾ അറിയണം ഇന്ത്യയിൽ അല്ലേ? ഏതാണ്? ഞാൻ ജനറിക് ആയിട്ട് പറയാം. ഹലോ, ഹലോ, ചോദിച്ചോളൂ. അതായത് ഞാൻ 7 വർഷത്തെ AC മെക്കാനിക് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ശരി, അപ്പോ ഈ MEP കോഴ്സ് AC മെക്കാനിക്കുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഡെഫിനറ്റ് ആയിട്ടും MEP കോഴ്സിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ HVAC ഡിസിപ്ലിനിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ AC മെക്കാനിക് ആയിട്ട് വർക്ക് ചെയ്തു, എന്തൊക്കെ ടൈപ്പ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോ ഓൾറെഡി ശരിക്ക് ഇവിടെ സർവീസ് സെന്ററിലാണ്, നാട്ടിൽ തന്നെ ബ്ലൂ സ്റ്റാറിന്റെ സർവീസ് സെന്ററിലാണ് കാലിക്കറ്റ്. ശരി, അവിടെ മെയിൻ ആയിട്ട് സ്പ്ലിറ്റ് AC വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി. അപ്പോ ഈ സ്പ്ലിറ്റ് AC എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് അറിയാനാണ്. ശരി, സ്പ്ലിറ്റ് AC നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റ് AC ഒക്കെ യൂസ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് ACക്ക് ആണെങ്കിലും ഇപ്പോൾ ധാരാളം വേക്കൻസീസ് ഉണ്ട്. ഒരുപാട് വേക്കൻസീസ് എന്റെ അറിവിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് HVAC ഡിസിപ്ലിനിൽ ബാക്കി എന്തൊക്കെയാണ് വരുന്നത്, അതായത് എങ്ങനെ ചിൽ വാട്ടർ സിസ്റ്റം, FCU, നമ്മുടെ FAHU, AHU, ഇതിന്റെയൊക്കെ എങ്ങനെയാണ് വർക്കുകൾ നടക്കുന്നത്, ഇതിന്റെയൊക്കെ ഇൻസുലേഷൻസ് എങ്ങനെയാണ് അതിന്റെ ഡിസൈൻ നടക്കണം, ഇതിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി സ്പ്ലിറ്റ് AC കുറിച്ച് അറിവുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി, അതിന്റെ സർവീസിംഗിലും ഇൻസുലേഷനിലും വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി. ഈ ഒരു സിസ്റ്റത്തിന് എങ്ങനെയാണ് ഒരു ചിൽ വാട്ടർ സിസ്റ്റം വരുമ്പോഴത്തേക്ക് ഡിഫറൻസ് വരുന്നത്, ഇവിടെ എങ്ങനെയാണ് ഇൻസുലേഷൻസ് നടക്കുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ലെവലിലോട്ടുള്ള ജോബിലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഒരുപാട് ടെക്നീഷ്യന്മാരെയും ഇപ്പോഴാണെങ്കിലും ഡിമാൻഡിൽ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എല്ലായിടത്തും ബൂമിംഗ് ആണ്. അപ്പം നിങ്ങൾ സ്പ്ലിറ്റ് ACയിലാണ് ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ളത്, പക്ഷെ ബാക്കി ഏരിയാസിലും കൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു നോളജ് കിട്ടും. അതാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഹലോ, നമസ്കാരം. നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ജോബ് റോൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ ജോബ് റോൾ എന്തൊക്കെയാണ്? അതൊക്കെ അതുപോലെ നമ്മള് ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രോയിങ്സുകൾ, അതുപോലെ അവർക്ക് അറിഞ്ഞിരിക്കേണ്ട സോഫ്റ്റ്വെയർ ഏതൊക്കെയായിരുന്നൊക്കെ അവിടെ എന്ത് റെസ്പോൺസിബിലിറ്റി. കോഴ്സാണ് ഇപ്പൊ കഴിഞ്ഞത്? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണോ കഴിഞ്ഞത്? ബിടെക് ആണോ? അല്ല, ഡിപ്ലോമ ആയിരുന്നു. ഡിപ്ലോമയാണ്. 3 ഇയർ ഡിപ്ലോമയാണ് കഴിഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, ഈ വർഷം കഴിഞ്ഞതാണ്. ഈ വർഷം കഴിഞ്ഞാണ്, ഫ്രഷറാണ് അതെ അല്ലേ? ഓക്കെ, ഗുഡ്. ഞാൻ പറഞ്ഞുതരാം. നല്ല റെലവെന്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ നമ്മുടെ ഒരു കാരിയർ പ്രോഗ്രഷന്റെ ലെവലിൽ ഞാൻ കാണിച്ചായിരുന്നു അല്ലേ? അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഡയറക്ട്ലി ഒരു ഡിസൈൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓട്ടോക്യാഡ് പോലത്തെ സാധനം പഠിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ഓട്ടോക്യാഡ് എന്ന കോഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ശരിക്കും നിങ്ങൾ ആ ടൂള് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അവിടെ എങ്ങനെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾ പഠിക്കുന്നില്ല. അവിടെ ആ ടൂൾ, ഓട്ടോക്യാഡ് എന്ന് പറയുന്ന ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കണം. പക്ഷെ ഒരു MEP കോഴ്സ് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു സാധനം ഫംഗ്ഷൻ ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെയാണ് പഠിക്കണം. ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇലക്ട്രിക്കൽ സൈഡിൽ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് ഒരു സൈറ്റ് സൂപ്പർവൈസർ ലെവലിലോട്ടോ അല്ലെങ്കിൽ ഒരു സൈറ്റ് എഞ്ചിനീയർ ലെവലിലോട്ടോ അല്ലെങ്കിൽ ഒരു ഡിസൈൻ എഞ്ചിനീയർ ലെവലിലോട്ടോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ വേണ്ടിയ ടൂൾസ് ഇതൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോക്യാഡ് പഠിക്കണം. ഓട്ടോക്യാഡ് ആ ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. റെവിറ്റ് എന്ന് പറഞ്ഞ വേറൊരു ടൂൾ ഉണ്ട്, ആ ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ ടൂൾസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ ഡിസൈനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചോ നല്ല അറിവും ഉണ്ടാവണം.
അതിനാണ് ഇങ്ങനത്തെ ഒരു കോഴ്സും കൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറയണത്. ക്ലിയർ ആണോ? ഓക്കെ. സിമിലർലി പാരലലി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെയും കുറെ കോഴ്സുകൾ അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് NEP-യിൽ തന്നെ. നേരത്തെ പറഞ്ഞ പോലെ എസ്റ്റിമേഷനിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. എസ്റ്റിമേഷനിൽ നമ്മൾ ചെയ്യണ ഇത്രേ ഉള്ളൂ, ഒരു ഡ്രോയിങ്ങിൻ്റെ അകത്ത് നിന്ന് ഓരോ എലമെന്റ്സ് പിക്ക് ചെയ്യുക, അതിന്റെ പ്രൈസിങ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻസ് ചെയ്യുക, കണക്കെടുക്കുക, അത് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക ടീമിനടുത്ത്, അത് വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുക ഒരു കൺസ്ട്രക്ഷൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ഇതിനെല്ലാം ആ ഡിസൈൻ എന്താണെന്ന് മനസ്സിലാക്കണം, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എലമെന്റ്സ് ആണുള്ളത്, ഈ ഓരോ എലമെന്റിന്റെയും പ്രത്യേകത എന്താണ്, ഇതിന്റെ സപ്ലയേഴ്സ് ആരൊക്കെയാണ്, എവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, ഇങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു ക്വാണ്ടിറ്റി സർവേയർ അല്ലെങ്കിൽ എസ്റ്റിമേറ്റർ എന്നുള്ള ലെവലിലോട്ടും വർക്ക് ചെയ്യാൻ പറ്റും. സാർ ഞാൻ ഓൾറെഡി ഇപ്പോ ഈ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോ കേട്ടില്ല, എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ELV ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ELV ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ. ഓക്കെ. അപ്പോ MEP-യിലേക്ക് ഇപ്പോ കയറണമെങ്കിൽ തന്നെ ചില എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് UAE-യിലൊക്കെ. ശരി ശരി. അപ്പോ ഇത് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണോ? ELV സിസ്റ്റം എന്ന് പറയുന്നത് MEP-യുടെ അണ്ടറിൽ വരുന്ന ഒരു സിസ്റ്റമാണ്. MEP-യുടെ അണ്ടറിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്, അതിന്റെ ചെറിയൊരു ഭാഗമാണ് ELV സിസ്റ്റം എന്ന് പറയുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പോഷർ ഉണ്ട് ഈ ഒരു MEP എന്ന ഡിസിപ്ലിൻ്റെ അകത്ത് തന്നെ, അല്ലെ? അപ്പൊ നിങ്ങളുടെ എന്താണ് ഇപ്പം ഫ്യൂച്ചറിലോട്ട് ആലോചിക്കുന്നത്? ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് MEP ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് കയറാനായിട്ടാണോ അതോ വേറൊരു ജോബിലോട്ട് കയറാനായിട്ടാണോ? MEP ഡിസൈനിങ്ങിലേക്ക് മാറിയാലോ എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് മാറാൻ പറ്റും. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അലൈൻ ചെയ്യുന്നത് ആ ഒരു ഫീൽഡ് തന്നെ ആയിരിക്കും. ബിക്കോസ് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, MEP ഡിസൈൻസിനെ കുറിച്ച് ഇപ്പൊ ഞങ്ങൾ ഓഫർ ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സും ഇതുപോലെ തന്നെയാണ്. MEP ഡിസൈൻ ആണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആ ടെക്നിക്കൽ നോളജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു സെക്ടറിലോട്ട് തന്നെ ഫുൾ ആയിട്ട് തന്നെ കയറാൻ പറ്റും. അത്ര ഡിഫിക്കൽട്ട് അല്ല. നിങ്ങൾ ആ ഒരു നിങ്ങളുടെ തന്നെ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം, നിങ്ങളുടെ എഫേർട്ട് വേണം പഠിച്ചെടുക്കാനായിട്ട്. പിന്നെ എക്സ്പീരിയൻസിന്റെ കാര്യം പറയണം, നിങ്ങളുടെ ELV എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, അത് കാണിച്ചു തന്നെ MEP-ക്കകത്ത് വരുന്ന ഒരു ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കമ്പനികളും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവർ നോക്കുന്നത്. ആർക്കും അവർക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഓൾറെഡി അറിയാം. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ കോഴ്സ് എടുത്ത് പഠിച്ച് എടുക്കുമ്പോഴത്തേക്ക് MEP കുറിച്ച് നിങ്ങൾ തന്നെ അറിവും വിവരം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവർക്ക് വേറെ എക്സ്ട്രാ ട്രെയിനിങ് തരേണ്ട ആവശ്യം വരുന്നില്ല. റൈറ്റ്, യു ആർ ഓൾമോസ്റ്റ് ഈക്വൽ ടു അൻ എക്സ്പീരിയൻസ് പേഴ്സൺ. അപ്പൊ നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചെടുത്ത് ഇന്റർവ്യൂസിൽ നിങ്ങൾ ആ രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ജോബ് കിട്ടും.